നമസ്കാരം. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യൂണിറ്റിന്റെ പേര് കലയുടെ കേദാരം എന്നാണ്. കലയുടെ കേദാരം എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം പാട്ടിന്റെ പാലാഴിയാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ശ്രീ KT മുഹമ്മദാണ് ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത്. മലയാളം കണ്ട ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായ ശ്രീ MS ബാബുരാജിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. എക്സാം പോയിന്റിന്റെ ഗൈഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട വിശദ വിവരങ്ങളെല്ലാം തന്നെ അതിൽ ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു പാഠഭാഗത്തിലേക്ക് കടന്നാലോ? പാഠഭാഗത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, പാട്ടിന്റെ പാലാഴി. MS ബാബുരാജിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത് ശ്രീ KT മുഹമ്മദാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഒരു മികച്ച നാടകകൃത്തും അതുപോലെ ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും എല്ലാമായിരുന്നു ശ്രീ KT മുഹമ്മദ്. കളത്തിങ്കൽ തൊടിയിൽ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. 1927 സെപ്റ്റംബർ 29 അദ്ദേഹം ജനിക്കുന്നത്. 2008 മാർച്ച് 25 കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പായി 40-ലധികം നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. കൂടാതെ 20ഓളം സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥയും ഒരുക്കിയിരുന്നു. മികച്ച ഒരു തിരക്കഥാകൃത്തും സംവിധായകനും നാടകകൃത്തും ഒക്കെയാണ് ശ്രീ KT മുഹമ്മദ്. 2006 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള നാടകങ്ങൾ കാഫർ, ഇത് ഭൂമിയാണ്, ഭരണത്തിന്റെ യവനിക, നൈറ്റ് ട്രെയിൻ, ടാക്സി, കറവറ്റ പശു, നാൽക്കവല, അസ്ഥിവാരം, മേഘസന്ദേശം മുതലായവയാണ്. ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1951 ലോക ചെറുകഥാ മത്സരത്തിൽ അദ്ദേഹത്തിന് 1ാം സ്ഥാനമാണ് നേടിയത്. ആ ഒരു കൃതിയുടെ പേര് കണ്ണുകൾ എന്നാണ്. കാഫർ എന്ന് പറഞ്ഞ നാടകത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന നാടകത്തിന്റെ അല്ലെങ്കിൽ മികച്ച ഒരു നാടകത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതുപോലെ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, മദ്രാസ് സംഗീത നാടക അക്കാദമി പുരസ്കാരം മുതലായവ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്, അല്ലേ? പക്ഷെ പണ്ടത്തെ ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സിനിമാ ഗാനങ്ങളുടെ ഒരു രീതികൾ എന്ന് പറയുന്നത്. പണ്ട് മലയാള സിനിമയിൽ ഒട്ടനവധി, ഒരു സിനിമയിൽ തന്നെ ഒരു പക്ഷേ 15ഉം 20ഉം പാട്ടുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. അതെല്ലാം തന്നെ കഥയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ പാട്ടിനു വേണ്ടി മാത്രമായിട്ട് പലപ്പോഴും തിരികെ കയറ്റലാണ് കാണാൻ കഴിയുന്നത്. പഴയ ആ ഒരു ഭംഗിയൊന്നും തന്നെ അല്ലെങ്കിൽ ലാളിത്യമൊന്നും തന്നെ ഇന്നത്തെ പാട്ടുകൾക്ക് അവകാശപ്പെടാനുമില്ല. അന്ന് ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. ഇന്ന് വളരെ കുറച്ച് പാട്ടുകൾ മാത്രമാണ് ഹിറ്റ് ലിസ്റ്റിൽ എത്തുന്നുള്ളൂ. നമുക്കറിയാം. അതാണെങ്കിൽ തന്നെയും കുറച്ചു നാൾ കേൾക്കും, അതിനുശേഷം അത് മറന്നുപോകും. പക്ഷേ MS ബാബുരാജ്, MS വിശ്വനാഥൻ, ദേവരാജ മാസ്റ്റർ, ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാസ്റ്റർ, ഔസേപ്പച്ചൻ തുടങ്ങിയവരുടെ ഒരുപാട് മഹത്തരങ്ങളായിട്ടുള്ള ഗാനങ്ങൾ ഇന്നും നമ്മൾ പാടി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവരുടെയിലൊക്കെ ഏറ്റവും മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്രീ MS ബാബുരാജ്. മുഹമ്മദ് സബീർ ബാബുരാജ് എന്ന ബാബുരാജിനെ അറിയാത്ത മലയാളികൾ വിരളമാണ്. 1921 മാർച്ച് 29 കോഴിക്കോടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ബംഗാളി ഹിന്ദുസ്ഥാനി ഗായകനായിരുന്ന ജാൻ മുഹമ്മദ് സാഹിബാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മാതാവ് മലയാളിയായിരുന്നു. പിതാവിന്റെ നാടുവിടൽ ആ ഒരു കുടുംബത്തെ ചെറുപ്പത്തിലെ തന്നെ അനാഥമാക്കുകയാണ് ഉണ്ടായത്. ആഡംബരപൂർണമായിട്ടുള്ള പിതാവിന്റെ ഒരു ജീവിതത്തിനിടയിൽ കുടുംബത്തിനായിട്ട് ഒന്നും തന്നെ അയാൾ മാറ്റിവെച്ചിരുന്നില്ല. അതിനാൽ തന്നെ ബാബുരാജിന്റെ ജീവിതം വളരെയധികം കഷ്ടതകൾ നിറഞ്ഞത് തന്നെയായിരുന്നു. കോഴിക്കോട്ട് അങ്ങാടിയിലും ട്രെയിനിലും എല്ലാം തന്നെ പാട്ടുപാടി ഉപജീവന മാർഗം നയിക്കേണ്ടി വരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ അത്തരത്തിൽ പാട്ടുപാടിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് ഒരു പോലീസുകാരൻ അദ്ദേഹത്തെ ദത്തെടുക്കുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം ആകെ മാറിമറിഞ്ഞു. കോഴിക്കോട്ടെ കല്യാണ വീടുകളിൽ ബാബുരാജിന്റെ സംഗീത വിരുന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു. ഒരുപാട് തന്നെ മനോഹരമായിട്ടുള്ള സിനിമാ ഗാനങ്ങൾ നിമിഷ നേരം കൊണ്ട് ചിട്ടപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു.
1957 മിന്നാമിനുങ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംഗീത സംവിധാനം ചെയ്ത സിനിമയായിട്ട് പുറത്തിറങ്ങുന്നത്. 1960 തൊട്ടാണ് ബാബുരാജിന്റെ സിനിമകളുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം എന്ന് പറഞ്ഞ് ആ ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത്. ഈ ഭാർഗവി നിലയം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ നീല വെളിച്ചം എന്ന് പറഞ്ഞ നോവലിനെ ആധാരമാക്കി എഴുതിയ ഒരു സിനിമയാണ്, അല്ലെങ്കിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഭാർഗവി നിലയം. പിന്നീട് ഇപ്പോൾ ഈ 2023 പ്രശസ്ത സംവിധായകനായിട്ടുള്ള ആഷിഖ് അബു ഈ ഒരു സിനിമ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തിരുന്നു, നീല വെളിച്ചം എന്ന് പറഞ്ഞ സിനിമ. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള റിമ കല്ലിങ്കലും ടൊവിനോ തോമസുമായിരുന്നു അതിനകത്ത് നായികന്മാരായിട്ട് അഭിനയിച്ചത്. അന്ന് ആ ഒരു സിനിമയിലെ ഗാനങ്ങൾ വലിയ രീതിയിൽ പ്രശസ്തമായിരുന്നു. താമസം എന്തേ വരുവാൻ, വാസന്ത പഞ്ചമി നാളിൽ, പൊട്ടാത്ത പൊന്നിൻ കസവിൻ, അറബിക്കടൽ ഒരു മണവാളൻ, ഏകാന്തതയുടെ അപാരതീരം, ഇതെല്ലാം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും വളരെയധികം പ്രശസ്തിയിലേക്ക് അല്ലെങ്കിൽ ആളുകളെ രസിപ്പിക്കുന്ന പാട്ടുകൾ തന്നെയാണ്. ഇന്നും പുതുതലമുറ അത് മൂളിക്കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയാം. ബാബുരാജിന്റെ എല്ലാ പാട്ടുകളും, ഭൂരിപക്ഷം പാട്ടുകളുടെയും രചന നിർവഹിച്ചത് മലയാളിയുടെ പ്രിയ രചയിതാവായിട്ടുള്ള ശ്രീ പി ഭാസ്കരൻ മാസ്റ്ററാണ്. കൂടാതെ ONV കുറുപ്പ്, വയലാർ രാമവർമ്മ, ബിച്ചു തിരുമല, യൂസഫ് അലി കേച്ചേരി, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ പ്രതിഭകളായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരോടൊപ്പം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 300ഓളം ചലച്ചിത്ര ഗാനങ്ങളും അതുപോലെ 100ഓളം നാടക ഗാനങ്ങളുമാണ് പ്രിയ എഴുത്തുകാരനായിട്ടുള്ള അല്ലെങ്കിൽ പ്രിയ സംഗീത സംവിധായകനായിട്ടുള്ള ബാബുരാജ് മാസ്റ്റർ മലയാളിക്ക് സമ്മാനിച്ചത്. 1978 ഒക്ടോബർ 7 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു കാലയളവ് ജീവിത യവനികയ്ക്ക് തിരശീലയൊരുക്കിയത് മദ്യപാനമായിരുന്നു എന്ന് നമുക്ക് വേദനയോടുകൂടി പറയേണ്ടി വരും. അമിതമായിട്ടുള്ള മദ്യപാനമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു പിടി മധുരഗാനങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് ലോകത്തോട് മലയാളിയുടെ ഏറ്റവും പ്രിയങ്കരന്മാരിലായ ഒരാളായിട്ടുള്ള സംഗീത സംവിധായകൻ MS ബാബുരാജ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ശ്രീ MS ബാബുരാജിന്റെ ആ ബാല്യകാലത്തുള്ള ദുരിതപൂർണമായിട്ടുള്ള അനുഭവത്തിന്റെ കുറച്ച് ഏടുകളാണ് ആദ്യമായിട്ട് KT മുഹമ്മദ് ഈ ഒരു പാഠഭാഗത്തിലൂടെ അനാവരണം ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. കോഴിക്കോട് പട്ടണം, പഴയ പോലീസ് ലൈനിനടുത്ത റോഡ്, ആളുകൾ കൂടി നിൽക്കുന്നു. അതിനടുത്ത നടുവിൽ നിന്ന് കള്ളി ബനിയനിട്ട് 10-12 വയസ്സുള്ള ഒരു പയ്യൻ പാടുകയാണ്. സ്വന്തം ഉദരം തന്നെയാണ് അവന്റെ തബല. കൂടി നിന്നവരോട് അവൻ കൈ നീട്ടി കുറച്ചു ചില്ലറ കിട്ടി. കോഴിക്കോട് നഗരമാണ്. ആ ഒരു നഗരത്തിലെ പോലീസ് ലൈനിലൂടെ റോഡ്, ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ആ ആളുകൾക്ക് മധ്യത്തിലായിട്ട് ഒരു പയ്യൻ അവിടെ നിൽക്കുന്നു. കള്ളി ബനിയനിട്ട ഏകദേശം 10-12 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ. സ്വന്തം ഉദരമാണ് അവന്റെ തബല. ഉദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? വയർ എന്നാണ് അർത്ഥം. വയറിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടാണ്, ഒരു തബലയെ കൊട്ടുന്ന രീതിയിൽ വയറിൽ കൊട്ടിക്കൊണ്ടാണ് ആ 12 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ പാട്ടുപാടുന്നത്. കൂടെ നിന്നവരോട് അവൻ പാട്ടിന് ശേഷം കൈ നീട്ടുന്നുണ്ട്. കുറച്ച് ചില്ലറ അവന് കിട്ടി. കുറെ നേരം കഴിഞ്ഞു കൂടി നിന്നവരെല്ലാവരും തന്നെ പിരിഞ്ഞുപോയി. കുഞ്ഞു മുഹമ്മദ് എന്നു പേരുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ, നമ്പർ 353, പോലീസുകാരുടെ നമ്പർ ഒന്ന് കൊടുക്കൂല്ലോ, അപ്പൊ PC 353 എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പോലീസുകാരൻ, അയാളുടെ പേര് കുഞ്ഞു മുഹമ്മദ് എന്നാണ്. പയ്യന്റെ പാട്ട് കേട്ട് അപ്പുറം നിന്നിരുന്നു. പിരിവ് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ പയ്യനെ ആ കോൺസ്റ്റബിൾ വിളിച്ചു. വാടാ. കുഞ്ഞു മുഹമ്മദ് ഈ ഒരു പയ്യന്റെ പാട്ട് കേട്ടുകൊണ്ട് ആ ഒരു കുട്ടിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. പേര് ചോദിച്ചു. സാബിർ ബാബു. അവൻ പറഞ്ഞു. എന്താണ് പേര്? സാബിർ ബാബു. ബാപ്പ ബംഗാളിയാണെന്നും ഉമ്മ കോഴിക്കോട്ടുകാരിയാണെന്നും ബാപ്പ മരിച്ചപ്പോൾ കുടുംബം ശിഥിലമായെന്നും അവൻ കുഞ്ഞു മുഹമ്മദ് കാക്കയോട് പറഞ്ഞു. ശിഥിലമാവുക എന്ന് പറഞ്ഞാൽ തകരുക എന്നർത്ഥം. തന്റെ അച്ഛൻ ഒരു ബംഗാളിയാണെന്നും അമ്മ ഒരു മലയാളിയാണ്, കോഴിക്കോടാണ് താമസിക്കുന്നത്. ബാപ്പ മരിച്ചതിന് ശേഷം കുടുംബമാകെ അനാഥമായി, അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു ജോലിക്കായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയതെന്ന് കുഞ്ഞു മുഹമ്മദ് കാക്ക ആ ഒരു പോലീസുകാരനോട് ഈ ഒരു സാബിർ മുഹമ്മദ് എന്ന 10-12 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടി പറയുകയാണ്. എന്റെ കൂടെ പോര്, നീ എങ്ങും പോവണ്ട. 2 അനിയന്മാരും 2 അനിയത്തിമാരുള്ള വീട്ടിലേക്കാണ് അദ്ദേഹം ബാബുവിനെ കൊണ്ടുപോയത്. നീ എന്റെ കൂടെ പോരെന്ന് ആ ഒരു പോലീസുകാരൻ ആ ഒരു കുട്ടിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. 2 അനിയന്മാരും 2 അനിയത്തിമാരുമായിരുന്നു അവിടെ അവന് ഉണ്ടായിരുന്നത്.
കുളി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകി വൈകുന്നേരം ഒഴിഞ്ഞ പോലീസ് മുറിയിൽ ഹാർമോണിയം ഒപ്പിച്ച് സുഹൃത്തുക്കളെ വിളിച്ച് ബാബുവിനെ കൊണ്ട് ഗാനമേള സംഘടിപ്പിച്ചു. ആ ഒരു പോലീസുകാരൻ ഒരു സഹൃദയനായിരുന്നു. അയാൾക്ക് ഈ ഒരു കുട്ടിയുടെ കഴിവ് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുട്ടിയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയതും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും. കുളി കഴിഞ്ഞ് നല്ല ഭക്ഷണവും വസ്ത്രവും എല്ലാം തന്നെ കൊടുത്തിട്ട് വൈകുന്നേരം പോലീസ് മുറിയിൽ കൊണ്ടുപോയി ഒരു ഹാർമോണിയം ഒപ്പിക്കുന്നു. അതിനുശേഷം സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഒരു ഗാനമേള തന്നെ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. മറ്റൊരു ലൈൻ മുറിയിൽ താമസിച്ചിരുന്ന ഞാൻ പാട്ടു കേൾക്കാൻ പോയി നിന്നു. KT മുഹമ്മദാണ് അദ്ദേഹം, എഴുത്തുകാരൻ. ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം താമസിച്ചത്. ഈ ഒരു പാട്ട് കേൾക്കാൻ പോവുകയും ചെയ്തു. പിന്നെ സമപ്രായക്കാരായ ഞങ്ങൾ കൂട്ടുകാരായി. സമപ്രായക്കാരെന്ന് പറഞ്ഞാൽ ഒരേ പ്രായമുള്ള ഞങ്ങള് പിൽക്കാലത്ത് കൂട്ടുകാരായെന്നും ശ്രീ KT മുഹമ്മദ് എഴുത്തുകാരൻ ഓർക്കുന്നു. കുഞ്ഞു മുഹമ്മദ് കയുടെ 2 അനിയന്മാരടക്കം ഞങ്ങൾ 8-10 കുട്ടികളുണ്ടായിരുന്നു. കൊണേൽ തിയേറ്ററിനടുത്തായിരുന്നു ഞങ്ങളുടെ കളിസ്ഥലം. സിനിമ എന്നാൽ ഒരു തരം ഭ്രാന്താണ്. തിയേറ്ററിൽ അധികവും തമിഴ് നാടകങ്ങൾ പലതും കാണാൻ ശ്രമിച്ചു, കണ്ടില്ലെങ്കിലും അറിയാൻ ശ്രമിച്ചു. കുഞ്ഞു മുഹമ്മദ് കയുടെ അനിയന്മാരടക്കം 8ഓളം കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ അതിനിടയ്ക്ക് എല്ലാവരും സിനിമ കാണാനായിട്ട് പോകുമായിരുന്നു. വളരെയധികം സിനിമയോടും നാടകത്തിനോടും വളരെ ചെറുപ്പത്തിലെ ഒരു ഭ്രാന്ത് തന്നെയായിരുന്നു KT മുഹമ്മദിനുണ്ടായിരുന്നത്. പലതും കാണാനായിട്ട് ശ്രമിച്ചു. തമിഴ് നാടകങ്ങളാണ് അവിടെ കൂടുതൽ പ്രദർശിപ്പിക്കാറുള്ളത്. കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കൂടുതൽ അതിനെപ്പറ്റി ഒന്ന് അറിയാൻ തന്നെ ചെറുപ്പത്തിലെ ശ്രമിച്ചിരുന്നു. ആദ്യ നാടകം, ആദ്യ സംഗീതം. ഒരു ദിവസം പോലീസ് മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു നാടകം കളിക്കണമെന്ന് അഭിപ്രായമുണർന്നു. ആദ്യത്തെ നാടക അനുഭവത്തെ പറ്റിയിട്ട് ആദ്യമായിട്ട് അവര് തട്ടയിൽ കയറാൻ പോവുകയാണ്. അതിലെ സംഗീതത്തെ പറ്റിയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഓർമ്മകൾ അദ്ദേഹം അയവിറക്കുന്നത്. പോലീസ് മുറിയിൽ അവര് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കും ഒരു നാടകം കളിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂട്ടുകാർക്കിടയിൽ ഉയർന്നു. എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു. ആ കൂട്ടായ്മയിൽ അല്പം ശ്രദ്ധേയമായി സംസാരിക്കാറുള്ള എന്റെ നേരെയാണ് നാടകം എഴുതാൻ അവർ വിരലുകൾ ചൂണ്ടിയത്. എഴുത്തുകാരനായിട്ടുള്ള KT മുഹമ്മദിനെയാണ് കൂട്ടുകാര് എന്തെഴുതാൻ തീരുമാനിച്ചത്? നാടകത്തിന്റെ രചന നിർവഹിക്കാനായിട്ട് തെരഞ്ഞെടുത്തത്. കാരണം നല്ല വാക്ചാതുര്യം ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നാടകം എന്നാൽ എന്താണ്, അതിന്റെ കലാപരമായ സ്വഭാവം എന്താണ് എന്നൊന്നും ആ ഒരു പ്രായത്തില് എനിക്കറിയില്ലായിരുന്നു. ഒരു കുട്ടിക്കാല കൗതുകം എന്നുള്ള നിലയിൽ ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു. എന്താണ് നാടകം, എങ്ങനെയാണ് അതിന്റെ രീതികൾ, രചനാ രീതികൾ എന്താണ്, കലാപരമായ സ്വഭാവം എന്താണ്, ഒന്നും തന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. പക്ഷെ ഇതൊരു വെല്ലുവിളി എന്നുള്ള നിലയിൽ ഒരു കൗതുകത്തോടു കൂടി അദ്ദേഹം അത് ഏറ്റെടുക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ നാടകം എഴുതി. ആര് സംഗീത സംവിധാനം നിർവഹിക്കും? ഈ നാടകമൊക്കെ രചനയൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി ഒരു പാട്ട് എഴുതണം, പാട്ടിന് സംഗീതം വേണം, അതിനെ ആരെ ഏൽപ്പിക്കുമെന്ന് കൂട്ടുകാരുടെ ചർച്ചയായി. അന്വേഷിച്ചു വിഷമിക്കേണ്ടതില്ല, സാബിർ ബാബുവിനെ ചുമതലപ്പെടുത്തി. കൂടുതൽ അവർക്ക് പുറത്തേക്കൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം അവരുടെ കൂട്ടുകാരനായിട്ടുള്ള സാബിർ മുഹമ്മദ് ആ ഒരു ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. അവൻ അത്രത്തോളം ഒരു കഴിവ് വളരെ ചെറുപ്പത്തിലെ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോഴേക്കും പാട്ടുകളും ഞാൻ തന്നെ എഴുതി കഴിഞ്ഞിരുന്നു. സംഗീതം ഒരുക്കാനുള്ള പാട്ടുകൾ ചിട്ടപ്പെടുത്തിയതും ഈ എഴുത്തുകാരനായിട്ടുള്ള KT മുഹമ്മദ് തന്നെയായിരുന്നു. സുഹൃത്തുക്കളെ കഥാപാത്രങ്ങളായി നിശ്ചയിച്ച് ഞങ്ങൾ റിഹേഴ്സലും തുടങ്ങി. അങ്ങനെ ഓരോ ചുവടുകൾ പയ്യെ പയ്യെ തുടങ്ങുകയാണ്. സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് കഥയിലെ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. നാടകത്തിന്റെ പ്രാക്ടീസ് റിഹേഴ്സൽ ആരംഭിക്കുകയാണ്. കുഞ്ഞു മുഹമ്മദ് ആയിരുന്നു രക്ഷാധികാരി. ഇതിന്റെ ഒരു മൊത്തം ഒരു ഓണറും ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ ഹെൽപ്പിനുമായിട്ട് നിന്നത് പോലീസുകാരനായിട്ടുള്ള കുഞ്ഞു മുഹമ്മദ് കാക്കയായിരുന്നു. അവതരണ സമയമായപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. എവിടെ എങ്ങനെ അവതരിപ്പിക്കാം? ഇതെങ്ങനെ അവതരണം എന്ന് പറഞ്ഞാൽ അത് അവതരിപ്പിക്കാനുള്ള ഒരു സമയം. കാര്യം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു, റിഹേഴ്സൽ കഴിഞ്ഞു, നല്ല രീതിയിൽ പാട്ട് എഴുതി, അതിന്റെ സംഗീതം ചിട്ടപ്പെടുത്തി. കുഞ്ഞു മുഹമ്മദ് കാക്കയുടെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവതരണ സമയമായപ്പോഴേക്കും ചില സംശയങ്ങളുണ്ടായി. എവിടെ എങ്ങനെ ഇത് അവതരിപ്പിക്കുമെന്നുള്ള ചിന്തയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യത്തെ ആ ഒരു ഉദ്യമം പോലീസ് ലൈനിന്റെ അന്തരീക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ബാബുരാജിനെ മാത്രമല്ല, എന്നെയും KP ഉമ്മർ, കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെല്ലാം വളർത്തിയത് പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദ്. സംഗീത സംവിധായകനായിട്ടുള്ള MS ബാബുരാജിനെ മാത്രമല്ല കുഞ്ഞുമാക്ക വളർത്തിയത്. ബാക്കി ആരൊക്കെയായിരുന്നു? വളരെ പ്രശസ്ത സിനിമാ നടനായിട്ടുള്ള ശ്രീ KP ഉമ്മർ, അതുപോലെ തന്നെ എഴുത്തുകാരനായിട്ടുള്ള കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെല്ലാം വളർത്തിയത് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞു മുഹമ്മദ് കാക്കയായിരുന്നു. വിദ്യാഭ്യാസമില്ലെങ്കിലും സംഗീതമടക്കം എല്ലാ കലകളിലും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു.
വലിയ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. പക്ഷേ മികച്ച ഒരു കലാ ആസ്വാദകനും സംഗീതജ്ഞനുമായിരുന്നു ശ്രീ മുഹമ്മദ്. അക്കാലത്ത് കോഴിക്കോട്ടെ പഞ്ചായത്ത് മാളികകളിൽ സംഗീത സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ സദാ സന്നദ്ധനായിരുന്നു അദ്ദേഹം. സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നല്ല രീതിയിൽ കോഴിക്കോടുള്ള പല സ്ഥലങ്ങളിലും സംഗീത സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് കുഞ്ഞു മുഹമ്മദ് കാക്കയുടെ ഒരു രീതിയായിരുന്നു. നല്ലൊരു സ്പോർട്സ്മാൻ കൂടിയായിരുന്നു ശ്രീ കുഞ്ഞു മുഹമ്മദ്. നിയോഗം പോലെ ബാബുരാജിനെ സാബിർ ബാബു പോലെ കോഴിക്കോട് അബ്ദുൽ ഖാദറിനും മുമ്പ് ലെസ്ലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇവരെ വളർത്തിയെടുക്കാൻ തന്റെ നിയോഗമായി കരുതി അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു. ബാബുരാജിനെ മാത്രമല്ല, ലെസ്ലി എന്നുള്ള പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ശ്രീ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നത് കുഞ്ഞു മുഹമ്മദ് കാക്കയായിരുന്നു. അത് തന്റെ നിയോഗമാണ്, തന്റെ കർത്തവ്യമായിരുന്നു, കർമ്മമായിരുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. രണ്ടുപേരെയും ചേർത്ത് കോഴിക്കോട്ടെ സദസ്സുകൾക്ക് മുന്നിൽ ഗാനമേളകളും കച്ചേരികളും കുഞ്ഞു മുഹമ്മദ് കാക്ക സംഘടിപ്പിച്ചു. സംഗീതത്തോട് അത്രത്തോളം ഒരു താല്പര്യമുണ്ടായിരുന്നു. ഈ രണ്ട് കുട്ടികളുടെയും കഴിവ് അല്ലെങ്കിൽ സംഗീതാഭിരുചി കൃത്യമായിട്ട് മനസ്സിലാക്കിയ കുഞ്ഞു മുഹമ്മദ് കാക്ക രണ്ടുപേരെയും കൃത്യമായിട്ട് കോഴിക്കോട് പല സദസ്സുകളിലെയും അവതരിപ്പിക്കുകയും അവർക്ക് ഗാനമേളകളിലും കച്ചേരികളിലും അവസരം കൊടുക്കുകയും ചെയ്തിരുന്നു. ബാബുവും ഖാദറും മത്സര ബുദ്ധിയോടെ സദസ്സിന് മുന്നിൽ കച്ചേരി പൊടി പിടിക്കുമ്പോൾ സുഹൃത്തുക്കളുടെ കയ്യിൽ കാശു നൽകി ഈ ഒരു മനുഷ്യൻ ചട്ടം കെട്ടുകയും ചെയ്തു. രണ്ട് സുഹൃത്തുക്കളും അബ്ദുൽ ഖാദറും അതുപോലെ തന്നെ ബാബുരാജും വലിയ രീതിയിൽ മത്സര ബുദ്ധിയോടുകൂടിയാണ് കച്ചേരി അവതരിപ്പിച്ചിരുന്നത്. ആ ഒരു സമയത്ത് കാശു കൊടുത്തുകൊണ്ട് അവർക്ക് കാശുമാല അണിയിക്കാനായിട്ടും യാതൊരു മടിയും കുഞ്ഞു മുഹമ്മദ് കാക്കയെ ഉണ്ടായിരുന്നില്ല. നന്നായി പാടുന്നവരുടെ കഴുത്തിൽ അണിയിക്കാനാണിത്. ലെസ്ലിക്ക് സംഗീതത്തെ പറ്റി ശാസ്ത്രീയമായി ബോധ്യമുണ്ടായിരുന്നില്ല. അഭ്യാസപരതയും കുറവായിരുന്നു. എങ്കിലും നല്ല സ്വരമാധുര്യം ഉണ്ടായിരുന്നു. ബാബുരാജിനെ അപേക്ഷിച്ച് ലെസ്ലിക്ക് സംഗീതാഭിരുചി ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ തന്നെയും ശാസ്ത്രീയമായിട്ടുള്ളൊരു അടിത്തറ ഉണ്ടായിരുന്നില്ല. ക്ലാസിക്കലായിട്ട് അദ്ദേഹം സംഗീതം പഠിച്ചിരുന്നില്ല. അഭ്യാസപരത എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ്, അദ്ദേഹത്തിന് അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ തന്നെ നല്ല സ്വരശുദ്ധിയും സ്വരമാധുരിയും അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പായിരുന്നു. ഒരു ഘട്ടത്തിൽ ബർമ്മയിലെ അളിയന്റെ അടുത്തു പോയ അയാൾ അബ്ദുൽ ഖാദറായാണ് തിരിച്ചെത്തിയത്. ബർമ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനാണ്, ഇന്നത്തെ ഭൂട്ടാൻ. അങ്ങോട്ടേക്ക് പോയതിനു ശേഷം അദ്ദേഹം പേര് മാറ്റി ലെസ്ലി എന്നുള്ള പേരിന് പകരമായിട്ട് അബ്ദുൽ ഖാദർ എന്നുള്ള പേരുമായിട്ടാണ് മടങ്ങി വന്നത്. കോഴിക്കോടുകാരനായതിനാൽ പിന്നീട് അദ്ദേഹത്തിന്റെ പേര് കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നായി മാറി. സിനിമാ രംഗത്തിൽ കടന്നതിന് പിന്നാലെയാണ് സാബിർ ബാബു ബാബുരാജായി മാറിയത്. ചെറുപ്പത്തിലെ തന്നെയുള്ള ഒരു പേരായിരുന്ന സാബിർ ബാബു എന്നുള്ള പേര് മാറ്റിയത് സിനിമയിൽ വന്നതിന് ശേഷമാണ് ശ്രീ MS ബാബുരാജ്. കുഞ്ഞു മുഹമ്മദ് കാക്കയുടെ താഴെയുള്ള സഹോദരിയെ അബ്ദുൽ ഖാദർ വിവാഹം ചെയ്തു. രണ്ടാമത്തെ സഹോദരിയെ വൈകാതെ സാബിർ ബാബുവും. ആ ഒരു ചെറുപ്പത്തിൽ തങ്ങളെ വളർത്തിയ ആ ഒരു കുഞ്ഞു മുഹമ്മദ് കാക്കയുടെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ മക്കളെയാണ് ഇരുവരും കല്യാണം കഴിച്ചത്. ബാബുവിന്റെ നിസ്സഹായ അവസ്ഥ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു നിസ്സഹായ അവസ്ഥയെ പറ്റിയിട്ടുള്ള ഒരു ഭാഗമാണ് അടുത്തൊരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബാബുവിന് വിദ്യാഭ്യാസം കുറവായിരുന്നു. തെരുവിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ആ സംസ്കാരത്തിന്റെ ഒരു നിസ്സഹായത സ്വഭാവത്തിൽ പ്രകടമായിരുന്നു. ബാബു എന്ന് പറഞ്ഞാൽ MS ബാബുരാജിന് തെരുവിൽ നിന്നാണ് അദ്ദേഹം തന്റെ സംഗീത ജീവിതം കരുപ്പിടിപ്പിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംസ്കാരത്തിൽ, തെരുവിന്റെ ഒരു സംസ്കാരം, ഒരു നിസ്സഹായത, ഒരു സഹായമില്ലാത്തൊരു അവസ്ഥ, വളരെയധികം ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു ബാബുരാജിനുണ്ടായിരുന്നത്. ബോധമുണരുമ്പോഴേക്ക് സംഗീതത്തിന്റെ പ്രതിഭാപരമായ ശക്തി അവനിൽ രൂഢമൂലമായി കഴിഞ്ഞിരുന്നു. പക്ഷെ അല്പമൊക്കെ വളർന്നു തുടങ്ങിയപ്പോഴേക്കും സംഗീതത്തിന്റെ ഒരു ശക്തി, ഒരു പ്രതിഭ, അത് നല്ല രീതിയിൽ തന്നെ ശക്തമായിട്ട് അവന്റെ ഉള്ളിൽ പ്രകാശിച്ചിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അവൻ പൂർണ്ണ ബോധവാനായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. KT മുഹമ്മദ് പറയാണ്, സുഹൃത്താണ്, ഇപ്പോൾ ഒരു കുടുംബപരമായിട്ടുള്ള ഒരു ബന്ധം കൂടിയുണ്ട്. തന്റെ കഴിവ് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് അവന് കഴിഞ്ഞിരുന്നോ എന്നുള്ളത് ഒരു സംശയമായിട്ട് തന്നെ നിലകൊണ്ടിരുന്നു. പാട്ടിലും ഹാർമോണിയം, തബല വായനയിലുമെല്ലാം ബാബു തന്റെ പ്രതിഭ കണ്ടെത്തുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ പല രീതിയിൽ പാട്ടുപാടാൻ മാത്രമല്ല, ഹാർമോണിയം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു, തബല നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ തന്നെ ബാബുവിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ പ്രതിഭ ഇങ്ങനെ കണ്ടെത്തി കൊണ്ടുവരികയായിരുന്നു ശ്രീ MS ബാബുരാജ്. ഇതിലെല്ലാം അവൻ പ്രാവീണ്യം നേടിയിരുന്നു. പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ കഴിവ്. ഇതിലൊക്കെ ഹാർമോണിയം വായിക്കാനും തബല വായിക്കാനും എല്ലാം തന്നെ അദ്ദേഹത്തിന് നല്ലൊരു കഴിവുണ്ടായിരുന്നു.
വിരലുകൾ ശബ്ദങ്ങൾക്കിടയിൽ പറക്കുകയാണ് എന്ന് തോന്നിപ്പോകും. ശരിക്കും തബലയൊക്കെ കൊട്ടുന്ന സമയത്ത് വിരലുകൾ പറക്കുകയാണോ എന്ന് വരെ തോന്നിപ്പോകും. അത്രത്തോളം അതിഗംഭീരമായിരുന്നു. ആരെയും ലയിപ്പിക്കുന്ന രീതിയിലാണ് ഹാർമോണിയവും അതുപോലെ തബല വായനയും എല്ലാം തന്നെ അദ്ദേഹം ചെയ്തിരുന്നത്. ജലതരംഗം വായിക്കുന്നതിൽ അവന്റെ ശ്രുതിബോധം പ്രകടമായിരുന്നു. എന്ത് വായിക്കുമ്പോഴാണെങ്കിലും കൃത്യമായിട്ടുള്ള ശ്രുതി ചേർന്നുകൊണ്ട് ലയിച്ചായിരുന്നു അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത്. സംഗീത സംവിധാനത്തിൽ നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് വളരുമ്പോൾ കിട്ടുന്ന അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അവയുടെ സാംസ്കാരിക തലങ്ങളുടെ മുന്നിൽ ബാബുരാജ് തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് സംഗീത സംവിധായകനായപ്പോഴത്തേക്കും ഒട്ടനവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ ഓരോ കാലഘട്ടങ്ങളിൽ തേടിക്കൊണ്ടിരുന്നത്. നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് അദ്ദേഹം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് അഭിനന്ദനങ്ങൾ, ഒരുപാട് അനുമോദനങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷെ അതെല്ലാം കിട്ടുന്ന സമയത്ത് പോലും തന്നെ ആ ഒരു രീതിയുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് വലിയൊരു വേദിയിൽ പോയി സമ്മാനം വാങ്ങാനോ വലിയ ആളുകളുമായിട്ട് സംസാരിക്കാനോ ഒക്കെ അദ്ദേഹത്തിന് ഒരു വിമുഖത ഉണ്ടായിരുന്നു. അത്രയും തെരുവിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ അതിന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരുന്നു. അതുപോലെ ചെറുപ്പത്തിൽ അദ്ദേഹം അനുഭവിച്ച വേദനകൾ, ദുഃഖങ്ങൾ എല്ലാം തന്നെയായിരിക്കാം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. പക്ഷെ ഒരിക്കലും സംഗീതത്തിന്റെ ആ ഒരു ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മാന്ത്രികതയുടെ സ്പർശം എപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിലൊരിക്കലും തന്നെ അദ്ദേഹത്തിന് ഒരു വിമുഖത ഉണ്ടായിരുന്നില്ല, ഒരു മടി ഉണ്ടായിരുന്നില്ല. ഒരു സംഗീത ലോകത്തെ ഒരു രാജാവ് തന്നെയായിരുന്നു ശ്രീ MS ബാബുരാജ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. ഒട്ടനവധി ഗാനങ്ങള് ഇപ്പോൾ എന്റെയൊക്കെ പ്രായത്തിലുള്ളവർക്കാണെങ്കിലും എന്റെയൊക്കെ അച്ഛന്റെ അമ്മയുടെയൊക്കെ ഒരു പ്രായത്തിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇന്നത്തെ വളരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ശ്രീ MS ബാബുരാജ് നമുക്കായി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പാട്ടുകളൊക്കെ കേൾക്കുക, അതിനകത്തുള്ള ആ വരികളുടെ അർത്ഥം, അതുപോലെ തന്നെ എന്ത് ഭംഗിയായിട്ടാണ് അത് അനുവാചകരുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോഴത്തെ സിനിമാ ഗാനങ്ങളിൽ കഥയുമായി ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങൾ വളരെ കുറവാണ്. വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമാണ് ഹിറ്റ് ആവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുള്ളൂ, വീണ്ടും ഏറ്റു പാടാനായിട്ട് നമുക്ക് തോന്നുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഗാനമേള വേദികളിൽ എന്താണെങ്കിൽ തന്നെയും വലിയ സദസ്സുകളിലെല്ലാം തന്നെ നമുക്ക് ഇപ്പോഴും ഈ ബാബുരാജ് മാസ്റ്ററുടെ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അത് തന്നെയാണ് കാലത്തെ അതിജീവിച്ച സംഗീതം തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹം ചിട്ടപ്പെടുത്തിയുണ്ടായിരുന്നത്. ഇന്നിറങ്ങുന്ന ഗാനങ്ങളിൽ എത്ര എണ്ണം ഇനി നാളെ ഒരു തലമുറ ഏറ്റുപാടുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷെ ബാബുരാജ് മാസ്റ്ററുടെ ഒരു പാട്ടുകളൊക്കെ ലോകം ഉള്ളിടത്തോളം കാലം വിസ്മരിക്കാതെ ആളുകളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. അത്രത്തോളം മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം ചെയ്തു വച്ചിട്ടുള്ളത്. അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തന്നെയാണ് ശക്തമായിട്ട് ഡയറക്റ്റ് ആയിട്ട് തെറിക്കുന്നതെന്ന് നമുക്ക് പറയാനും കഴിയും. നമുക്കിനി ഒരു പാഠഭാഗത്തിലെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് കടന്നാലോ? ബാബുരാജ് ഉൾപ്പെടെയുള്ളവരുടെ വളർച്ചയിൽ കുഞ്ഞു മുഹമ്മദ് എന്ന വ്യക്തി വഹിച്ച പങ്ക് എന്തെല്ലാം? ആ സന്ദർഭം ഒന്ന് പറയുക. നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി ആ ഒരു കാര്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു നോക്കുക. കഴിവുള്ളവരെ വളർത്തിയെടുക്കാൻ തന്റെ നിയോഗമാണെന്ന് കരുതിയിരുന്ന വ്യക്തിയായിരുന്നു കുഞ്ഞു മുഹമ്മദ് കാക്ക. കഴിവുള്ളവരെ വളർത്തിയെടുക്കേണ്ടത് തന്റെ ഒരു ഉദ്യമമാണ്, തന്റെ ജോലിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പോലീസുകാരനായിട്ടുള്ള കോൺസ്റ്റബിൾ ആയിട്ടുള്ള ശ്രീ കുഞ്ഞു മുഹമ്മദ് കാക്ക. KP ഉമ്മർ, കോഴിക്കോട് അബ്ദുൽ ഖാദർ, KT മുഹമ്മദ് ഇവരെല്ലാം തന്നെ വളർത്തിയെടുത്തത് കുഞ്ഞു മുഹമ്മദ് കാക്ക തന്നെയായിരുന്നു. അത്രയും നല്ലൊരു മനസ്സിനുടമയായിട്ടുള്ള, നിഷ്കളങ്കനായിട്ടുള്ള, വിദ്യാഭ്യാസമില്ലെങ്കിലും കലയോട് താല്പര്യമുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു കുഞ്ഞു മുഹമ്മദ് കാക്ക. ഇവരുടെ എല്ലാവരുടെയും വളർച്ചയിൽ നല്ല രീതിയിൽ പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞു മുഹമ്മദ് കാക്ക ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. വിദ്യാഭ്യാസമില്ലെങ്കിലും സംഗീതമടക്കം എല്ലാ കലകളിലും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. സ്വന്തം ഉദരം തബലയാക്കി നാണയത്തുട്ടുകൾക്ക് വേണ്ടി പാട്ടുപാടിക്കൊണ്ടിരുന്ന 12 വയസ്സുള്ള സാബിർ ബാബുവിനെ അദ്ദേഹം സ്വന്തം വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബമായിരുന്നു. വലിയ പണമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാലും ആ കൊച്ചിന്റെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് ആ 12 വയസ്സുകാരനെ വളർത്തിയെടുക്കാനായിട്ട് അദ്ദേഹം യാതൊരു മടിയും കാണിച്ചില്ല. ബാബുവിന്റെയും അബ്ദുൽ ഖാദറിന്റെയും കഴിവ് വളർത്തിയെടുക്കാൻ അദ്ദേഹം കോഴിക്കോട് സദസ്സുകൾക്ക് മുന്നിൽ ഒരുപാട് കച്ചേരികളും ഗാനമേളകളും സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നിസ്സംശയം നമുക്ക് പറയാനായിട്ട് കഴിയും, കുഞ്ഞു മുഹമ്മദ് കാക്ക ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ അല്ലെങ്കിൽ ബാബുരാജ് എന്ന് പറഞ്ഞ മലയാളം കണ്ട ഏറ്റവും മികച്ച സംഗീത സംവിധായകൻ ജനിക്കില്ലായിരുന്നു എന്ന്. അവർ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് അവർക്ക് ഈ കാശിന്റെ മാലയെല്ലാം തന്നെ കൂട്ടുകാരെ കൊണ്ട് അവരുടെ കഴുത്തിൽ അണിയിക്കുന്ന ഒരു രീതിയും
അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഒരു തരത്തിലുള്ള ഒരു പ്രോത്സാഹനം കൂടിയായിരുന്നു. അത്തരത്തില് ഒരുപാട് നല്ല രീതിയിൽ തന്നെ കഴിവുള്ള കലാകാരന്മാരെ വളർത്തിയെടുക്കാനായിട്ട് നിഷ്കളങ്കനായിട്ടുള്ള ആ പാവം പോലീസുകാരനെ കൊണ്ട് കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ചില വ്യക്തികളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ ടേണിംഗ് പോയിന്റ് ആകുന്നത്, അല്ലെ? സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തെരുവിൽ പാടി നടന്ന ഒരു കുട്ടിയാണ്, അവന്റെ ജീവിതം തെരുവിൽ തന്നെ അവസാനിക്കുമായിരുന്നു ആ പോലീസുകാരൻ ഇല്ലായിരുന്നെങ്കിൽ. അപ്പോ കഴിവുള്ളവരെ തിരിച്ചറിഞ്ഞ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഉദ്യമം ആ ഒരു മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യന്മാരൊക്കെയാണ് നമ്മുടെ ലോകത്തിന് മനുഷ്യത്വം മരവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നാട്ടില് എല്ലാ രീതിയിലും സ്നേഹത്തിന്റെ ഒരു ഉറവിടമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് കുഞ്ഞു മുഹമ്മദ് കാക്ക എന്ന പോലീസ് കോൺസ്റ്റബിൾ എന്ന് നമുക്ക് പറയാനും കഴിയും. അത്തരത്തിൽ ആ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ MS ബാബുരാജ് എന്ന് പറഞ്ഞ ആ ഒരു സംഗീത സംവിധായകൻ പോലും പിറവി എടുക്കില്ലായിരുന്നു. അപ്പൊ അത്തരത്തില് ബാബുരാജ് എന്ന് പറഞ്ഞ സംഗീത സംവിധായകന്റെ ജീവിതത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കഷ്ടതകളെ പറ്റിയും അദ്ദേഹം ജീവിതത്തിലേക്ക് വളരാനായിട്ട് സഹായകമായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയും എല്ലാമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞത്. എക്സാം പോയിന്റിന്റെ ഗൈഡിൽ ഈ ഒരു പാഠഭാഗത്തിന്റെ മറ്റു വിശദ വിവരങ്ങളും ബാബുരാജ് മാഷിനെ പറ്റിയും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളും നൂതന പദങ്ങളും എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വളരെ എളുപ്പമുള്ള ഒരു പാഠഭാഗമാണ്, ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പാഠഭാഗമാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.